കർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഞാനുള്ളത് ഗോവയിലാണ്. ഗോവയിൽ വെച്ചിട്ടുള്ള ടാറ്റാ കർവ് ഐസ് മോഡൽസിൻ്റെ, അതായത് പെട്രോൾ ഡീസൽ മോഡൽസിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തവണ നമ്മൾ ഐസ് മോഡൽസിലെ പെട്രോൾ എഞ്ചിനിലുള്ള വാഹനത്തിന്റെ റിവ്യൂ പ്രത്യേകമായിട്ടാണ് കൊടുക്കുന്നത്. ടാറ്റ കർവിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഹൈപ്പറിയോൺ എഞ്ചിൻ, അതായത് 1.2 ലിറ്ററിലുള്ള പെട്രോൾ എഞ്ചിൻ അവർ ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ എഞ്ചിന്. അപ്പോൾ ഈ വാഹനത്തിന്റെ ഡ്രൈവിംഗ് അനുഭവവും വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ഇന്റീരിയർ വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ SUV കൂപ്പേ വാഹനം എന്ന ഒരു ലേബലിലാണ് ടാറ്റ മോട്ടോഴ്സ് ടാറ്റ കർവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. കണ്ടുമടുത്ത ബോക്സി ഡിസൈനിലുള്ള SUVകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ടാറ്റ കർവ്. സ്പോർട്ടി ലുക്കുള്ള ഒരു SUVയുടെ സ്വഭാവവും കൂപ്പേ സ്വഭാവവും ഇടകലർന്നാണ് ടാറ്റ കർവ് എത്തിയിരിക്കുന്നത്. ഷേപ്ഡ് ഫോർ യു എന്ന ടാഗ് ലൈനിലാണ് ടാറ്റ കർവ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. സിട്രോണിന്റെ ബസാൾട്ട് ആണ് ഈ വാഹനത്തിന്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റർ എന്ന് പറയാം. ബസാൾട്ടിന്റെ വില തുടങ്ങുന്നത് 8 ലക്ഷത്തിലാണെങ്കിൽ ടാറ്റ കർവ് ഐസ് മോഡൽസിന്റെ വില തുടങ്ങുന്നത് 10 ലക്ഷത്തിലാണ്. ഇതിന്റെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാകും. ടാറ്റ കർവ് ഐസ് മോഡൽ ഫീച്ചർ റിച്ച് ആണ്. ഒരുപാട് കംഫർട്ട് ഫീച്ചേഴ്സ് ആണെങ്കിലും സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും ഈ വാഹനത്തിൽ എത്തിയിട്ടുണ്ട്. ഈ രണ്ട് വാഹനങ്ങളെ കൂടാതെ മിഡ് SUV സെഗ്മെന്റിലെ മിക്ക വാഹനങ്ങളുമായും ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആണ് ടാറ്റ കർവ്. ടാറ്റ നെക്സോണിനേക്കാൾ അടുത്ത പടി, അതായത് ഉയർന്ന പടിയിലാണ് ടാറ്റ കർവ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില തുടങ്ങുന്നത് 10 ലക്ഷം രൂപയിലാണ്. 3 എൻജിൻ ഓപ്ഷനിലാണ് ഈ വാഹനം എത്തുന്നത്. മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും എത്തുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, സെഗ്മെൻറ്റിൽ ആദ്യമായി 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഡീസൽ എഞ്ചിനിൽ കൊണ്ടുവരുന്നത് ടാറ്റ കർവിലാണ്. ആ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 7 വർഷത്തെ അവരുടെ ഒരു റിസർച്ചിൻ്റെ ഫലമാണ് അത്തരത്തിലുള്ള ഒരു വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിൻ. അതൊരു ടാറ്റയുടെ പേറ്റന്റഡ് പ്രോഡക്റ്റ് ആണ്. അപ്പം ഡീസൽ വാഹനത്തെക്കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും പറയാം. ഇപ്പോൾ നമ്മളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത് പെട്രോൾ വാഹനമാണ്. പെട്രോൾ വാഹനം അതായത് 2 എഞ്ചിൻ ഓപ്ഷനിൽ എത്തുന്നു. അതിൽ തന്നെ മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും, അതായത് 7 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുമാണ് വാഹനം എത്തുന്നത്. അവരൊരു പുതിയ എഞ്ചിൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹൈപ്പീരിയോൺ എഞ്ചിനാണ്. 1.2 ലിറ്ററിലാണ് എത്തുന്നത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള എഞ്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു വാഹനത്തിന് ഒരുപാട് പവർ ട്രെയിനുകൾ. ടാറ്റ കർവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 3 പവർ ട്രെയിനിൽ ഈ വാഹനം എത്തുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ഇലക്ട്രിക് പതിപ്പും എത്തുന്നു എന്നുള്ളതാണ്. സെഗ്മെന്റിൽ ഇത്രയധികം പവർ ട്രെയിനിലും ഇലക്ട്രിക് മോഡലിലും ഉള്ള മറ്റൊരു വാഹന ബ്രാൻഡും ഇല്ല. ഇനിയൊരു ക്രെറ്റയുടെ EV പതിപ്പ് വരുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹ്യുണ്ടായി ക്രെറ്റയും ഈ ഒരു സെഗ്മെന്റിലേക്ക് വരും. 1.2 ലിറ്റർ റെവട്രോൺ പെട്രോൾ എഞ്ചിനിലുള്ള മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിന്റെ വില തുടങ്ങുന്നത് 9,99,000 രൂപയാണ്. ഇതിന്റെ ഉയർന്ന വേരിയന്റുകളിലേക്ക് എത്തുമ്പോൾ ഇത് 14,69,000 രൂപ വരെ വരും. ഇതെല്ലാം ഷോറൂം പ്രൈസ് ആണ്. ഇനി അവർ പുതുതായി അവതരിപ്പിച്ചിരിക്കുന്ന ഹൈപ്പറിയോൺ എഞ്ചിൻ, സ്പോർട്ടി ഡ്രൈവ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാറ്റ മോട്ടോഴ്സ് പുതുതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഹൈപ്പറിയോൺ എഞ്ചിൻ. ഇത് ഹൈ പെർഫോമൻസ് ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. അതിന്റെ വില തുടങ്ങുന്നത് 11,49,000 രൂപ മുതൽ 17,69,000 രൂപ വരെയാണ്. ഇതും ഷോറൂം പ്രൈസ് ആണ്. അപ്പോൾ നമ്മളുടെ R&D ഒഫീഷ്യൽസ് അതിൽ അവർ പറഞ്ഞത് ഈ ഒരു എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, കാർ എന്തൂസിയാസ്റ്റുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോർക്ക് 225 ആണെങ്കിലും നമുക്ക് ഒരു പെപ്പി ഡ്രൈവ് അല്ലെങ്കിൽ ഉയർന്ന സ്പീഡിലേക്കൊക്കെ പോകണമെങ്കിൽ 6 സെക്കൻഡിലേക്ക് ഇതിൻ്റെ ഒരു ടോർക്ക് 250 ന്യൂട്ടൺ മീറ്റർ വരെ പോകും എന്നുള്ളതാണ്. അപ്പോൾ ഡീസൽ എഞ്ചിൻ്റെ ഒരു പവറാണ് 250 ന്യൂട്ടൺ മീറ്റർ എന്ന് നമ്മൾ ഓർക്കണം. അപ്പം പെട്രോൾ എഞ്ചിനിലെ ഈ ഒരു ഹൈപ്പറിയോൺ എന്ന് പറയുന്ന ഈ ഒരു പുതിയ എഞ്ചിനിൽ 6 സെക്കൻഡ് വരെയും, അതായത് ഉയർന്ന സ്പീഡിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ അത് അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ മികച്ച ഒരു പെർഫോമറാണ് 1.2 ലിറ്റർ ടർബോ ചാർജ് ഡയറക്റ്റ് ഗ്യാസോലിൻ എഞ്ചിൻ എന്ന് തീർച്ചയായിട്ടും പറയുന്നു.
ടാറ്റ കാർ 2 പെട്രോൾ ഓപ്ഷനിലാണ് എത്തുന്നത്. ഞാൻ നേരത്തെ ഹൈപ്പറിയോൺ എഞ്ചിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ റെവട്രോൺ പെട്രോൾ 1.2 ലിറ്റർ റെവട്രോൺ പെട്രോളിലും ഈ വാഹനം എത്തുന്നുണ്ട്. 1.2 ലിറ്റർ റെവട്രോൺ പെട്രോളിൽ എത്തുന്ന വാഹനത്തിൻ്റെ പവർ 88.2 കിലോ വാട്ടാണ്. അതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ 170 ന്യൂട്ടൺ മീറ്റർ ആണ്. ആ വാഹനം ഇന്ന് നമുക്ക് ഓടിക്കാൻ കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഗോവയിലെ വെർണ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വിജനമായ റോഡുണ്ട്, നല്ല സ്മൂത്ത് റോഡുണ്ട്. വാഹനം എത്രത്തോളം മികച്ചൊരു പെർഫോമർ ആണെന്നറിയാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 225 ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിൻ്റെ ടോർക്കെങ്കിൽ ചില അവസരങ്ങളിൽ ഉയർന്ന സ്പീഡിൽ ഇത് 250 ന്യൂട്ടൺ മീറ്റർ വരെ ഇതിൻ്റെ ഒരു ടോർക്കൊക്കെ പോകുന്നുണ്ട്. നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് ആക്കാം. 2 പെട്രോൾ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിൻ്റെ വില അതിൻ്റെ 1.2 ലിറ്റർ റെവട്രോൺ പെട്രോൾ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷൻ്റെ വിലയാണ് 10 ലക്ഷത്തിൽ തുടങ്ങുന്നത്. ഹൈപ്പറിയോൺ എഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിനകത്തേക്ക് 350 ബാർ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സംവിധാനമാണുള്ളത്. അതുപോലെ തന്നെ സോഡിയം കൂൾഡ് എക്സ്ഹോസ്റ്റ് വാൽവുകളും ഈ വാഹനത്തിലേക്ക് അതിൻ്റെ ഈ എഞ്ചിനിലേക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിനനുസരിച്ച് തൊട്ടടുത്ത വാഹനം അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പം ഈ വാഹനത്തിൻ്റെ ഈ ഹൈപ്പറിയോൺ എഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകത മികച്ച NVH, അതായത് യാതൊരു വൈബ്രേഷൻ ഇല്ല, യാതൊരു വിധമായ പ്രശ്നങ്ങളുമില്ല, മികച്ച NVH പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ നിശബ്ദമാണ് ഈ വാഹനം. ശരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ടു. ഒരു ഇലക്ട്രിക് വാഹനം ഓടിക്കുന്ന അത്ര സ്മൂത്തായിട്ട് നമുക്ക് ഈ വാഹനത്തെ കൊണ്ടുപോകാൻ സാധിക്കും. നെക്സോൺ പ്ലാറ്റ്ഫോമിൽ എത്തുന്ന വാഹനമാണ് ടാറ്റ കർവ്. നെക്സോണിൻ്റെ എഞ്ചിനിൽ നിന്നും കൂടുതൽ റിഫൈൻഡാക്കി പരിഷ്കരിച്ച പുതുപുത്തൻ എഞ്ചിനിലേക്കാണ് ടാറ്റ കർവ് അവതരിപ്പിച്ചിരിക്കുന്നത്. ടാറ്റ കർവിൻ്റെ മുൻഭാഗത്ത് വരുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത, അതിൻ്റെ പെട്രോൾ ഡീസൽ മോഡലുകളിൽ വരുന്നത് ഈ ഗ്രില്ലുകളിലുള്ള വ്യത്യാസമാണ്. അതായത് ഇതിൻ്റെ ഇലക്ട്രിക് പതിപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് മുൻഭാഗത്തെ ഇതിൻ്റെ ഗ്രിൽ. ഇത് വെർട്ടിക്കലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഹൊറിസോണലായിട്ടുള്ള ഗ്രില്ലുകൾ വന്നിരിക്കുന്നു. നമ്മൾ ഇലക്ട്രിക് വാഹനത്തിലാകുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ ചാർജിങ് സോക്കറ്റുകൾ വരുന്നത്. അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ ഇതിലെ എയറോഡൈനാമിക്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇലക്ട്രിക് വാഹനത്തിൻ്റെ ടാറ്റ കർവിൻ്റെ മുൻഭാഗം വന്നിരിക്കുന്നത്. എന്നാൽ ഇതിലെ കണക്റ്റഡ് DRLും അതുപോലെ തന്നെ ബൈ ഫംഗ്ഷനുള്ള ഇതിൻ്റെ ഹെഡ്ലൈറ്റുകളും എല്ലാം തന്നെയും ഇലക്ട്രിക് വാഹനത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ഐസ് പതിപ്പിലും തുല്യമായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റുകൾ ടാറ്റയുടെ ഇലക്ട്രിക് വാഹനത്തിലും ഐസ് വാഹനത്തിലും തുല്യമായിട്ട് ഒരേ ഡിസൈനിൽ തന്നെയാണ് കാണുന്നത്. വളരെ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഒരു DRL, കണക്റ്റഡ് DRL ആണ് ഇതിനകത്തേക്ക് കാണുന്നത്. സീക്വൻഷ്യൽ രീതിയിൽ തന്നെ അതിൻ്റെ ഒരു DRL കാണാം. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് പ്രൊഫൈൽ നോക്കിയാൽ ഏകദേശം നമ്മുടെ അതിൻ്റെ റൂഫ് ലൈൻ താണു പോകുന്നു എന്നതൊഴിച്ച് സൈഡ് പ്രൊഫൈൽ നോക്കിയാൽ തീർച്ചയായിട്ടും നെക്സോണിന് സെയിം ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ടാറ്റ കർവിൽ വരുന്നത്. ടാറ്റ കർവിൻ്റെ സൈഡ് പ്രൊഫൈലിൽ 18 ഇഞ്ച് അലോയ് വീൽ ഏറ്റവും ആകർഷണീയതയായി തോന്നുന്നു. അതുപോലെ തന്നെ സ്ക്വയർ രീതിയിലുള്ള ഒരു വീലാർച്ചാണ് കാണുന്നത്. ഒരു പൂവിൻ്റെ ഇതൾ പോലെ അല്ലെങ്കിൽ ഒരു പെറ്റൽ പോലെ ഉള്ള അലോയ് വീലാണ് ഈ കാണുന്നത്. ഈ 18 ഇഞ്ച് അലോയ് വീലും ഈ വീലാർച്ചും ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ ഒരു SUV സ്വഭാവം, ഒരു റിജിഡ് സ്വഭാവം തീർച്ചയായിട്ടും കൊണ്ടുവരുന്നു. ഇതിലെ സൈഡ് പ്രൊഫൈലിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂപ്പേ സ്റ്റൈലിലുള്ള SUV ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇതിൻ്റെ റൂഫ് ലൈൻ ഇങ്ങനെ താഴ്ന്നു വന്നിരിക്കുന്നു. അപ്പോൾ നെക്സോണിനോട് ചില അർത്ഥത്തിൽ സാമ്യം നമുക്ക് സൈഡ് പ്രൊഫൈലിൽ തോന്നുന്നുവെങ്കിലും ഇതിൻ്റെ റൂഫ് ലൈൻ കൊണ്ട് അത് ടാറ്റ കർവ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ശരിക്കും നെക്സോണിനേക്കാൾ നീളം കൂടിയ വാഹനമാണ് ടാറ്റ കർവ്. നെക്സോണിൻ്റെ സെക്കൻഡ് റോയൊക്കെ പലരും പറയുന്നത് കുറച്ച് ഇടുങ്ങിയതല്ലേ എന്ന്. പക്ഷേ ടാറ്റ കർവിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള യാതൊരു ഫീലുമില്ല. അതിൻ്റെ വീൽ ബേസ് കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊരു കൂപ്പേ സ്റ്റൈലിലുള്ള വാഹനമാണ്. നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകാം. ഇൻറ്റീരിയറിൽ എന്തൊക്കെ പുതുമകളാണ് ടാറ്റ മോട്ടോഴ്സ് അവരുടെ കർവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഹാൻഡ്സ് ഫ്രീ ബൂട്ട് ഓപ്പണിംഗ് ആണ് ടാറ്റ കർവിൻ്റെ മറ്റൊരു പ്രത്യേകത. സെഗ്മെൻറ്റിൽ ഗസ്റ്റർ കൊണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ വാഹനവും ടാറ്റ കർവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കീ ഉണ്ടായിരിക്കണം. ജസ്റ്റ് കാലുകളുടെ ഒരു ഗസ്റ്റർ മാത്രം മതിയാകും ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ നീളം കുറഞ്ഞ സ്ത്രീകൾക്ക് ഇതിൻ്റെ ഒരു ഹൈറ്റ് എവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണോ ഇവിടെ ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്, അതിൽ നമ്മൾ പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ബൂട്ട് സ്പേസ് ആണ്. 500 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ്. ഇതിൻ്റെ ഇലക്ട്രിക് പതിപ്പിലും 500 ലിറ്റർ ബൂട്ട്
ബൂട്ട് സ്പേസ് ഉണ്ടായിരുന്നു. JBLന്റെ സൗണ്ട് സിസ്റ്റമാണ് ടാറ്റ കർവിൽ ഉള്ളത്. അതിൻ്റെ സ്പീക്കറും ഇവിടെ കാണാം, ബൂട്ട് ലാമ്പ് കാണാം. അതുപോലെ തന്നെ പിൻനിര സീറ്റുകൾ 60-40 ആയിട്ട് നമുക്ക് ടമ്പിൾ ചെയ്യാനും പറ്റും. ബൂട്ട് സ്പേസ് വീണ്ടും നമുക്ക് വർദ്ധിപ്പിക്കാം. ഇത്രയൊക്കെയാണ് ടാറ്റ കർവ് ഐസ് മോഡലിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഇത് നെക്സോണിൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞു. അപ്പം ഇതിന് നീളം കൂടുതലാണെന്നും ഞാൻ പറഞ്ഞു. ശരിക്കും 333 mm നീള കൂടുതലാണ് ടാറ്റ കർവിന് ടാറ്റ നെക്സോണിനേക്കാൾ. അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ ബേസും കൂടിയിട്ടുണ്ട്. അതായത് ടാറ്റ നെക്സോണിനേക്കാൾ വീതിയുണ്ട് ടാറ്റ കർവിന് എന്നർത്ഥം. അപ്പോൾ ഈ വാഹനത്തിന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്കിനി പോകാം. ടാറ്റ കർവ് എക്സ്റ്റീരിയറിൽ എന്ന പോലെ ഇൻറ്റീരിയറിലും ചില എലിമെൻസിൽ ടാറ്റ നെക്സോണുമായിട്ട് സാമ്യം തോന്നും. എന്നാലും ടാറ്റ നെക്സോണിലില്ലാത്ത ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തി ടാറ്റ കർവിൻ്റെ ഇൻറ്റീരിയർ മികച്ചതാക്കിയിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് തീം ലൈറ്റ് വരുന്നുണ്ട്. ഇത് ഇവിടെയായിട്ട് വരും. അതുപോലെ തന്നെ വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ടാറ്റ കർവിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു. 31.24 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇപ്പോൾ ടെക്നോളജി വൈസ് എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിരിക്കുന്നത് ഹാർമൻ കാർഡിൻ്റെയാണ്. അതിനകത്തേക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് മൾട്ടിപ്പിൾ വോയിസ് അസിസ്റ്റ് ഉണ്ട്. അതായത് നേറ്റീവ്, അലക്സ, സിരി, ഗൂഗിൾ അസിസ്റ്റ് എല്ലാം തന്നെയും ഇതിനകത്തേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നു വോയിസ് അസിസ്റ്റഡ് പനോരമിക് സൺറൂഫാണ് ടാറ്റ കർവിലുള്ളത്. നെക്സോണിൽ ഇത് പനോരമിക് ആയിരുന്നില്ല. ടാറ്റ കർവ് കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ നിൽക്കുന്നതുകൊണ്ട് പനോരമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. ഈ ഒരു ടച്ച് സ്ക്രീനിൻ്റെ വലിപ്പവും കൂടുതലാണ്. ടാറ്റ കർവ് EVയിലും അത് കണ്ടു. JBLന്റെ സൗണ്ട് മോഡ്സ് ഇതിനകത്തേക്കുണ്ട്. 8 തരം മോഡുകളുണ്ട്. അതനുസരിച്ചിട്ട് നമ്മളുടെ ആ സാഹചര്യം അനുസരിച്ച്, നമ്മളുടെ മൂഡ് അനുസരിച്ച് ഇതിനകത്തെ മ്യൂസിക്കിൻ്റെ മോഡുകൾ മാറ്റാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. വളരെ രസമാണ്. JBLന്റെ സൗണ്ട് സിസ്റ്റത്തിൽ 8 സ്പീക്കേഴ്സും സബ് ഊഫേഴ്സും ഒക്കെ തന്നെ വരുന്നുണ്ട്. ഈ 8 സൗണ്ട് മോഡ്സ് ഉണ്ട് ഇതിനകത്തേക്കെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം സെക്കൻഡ് റോയിൽ നമ്മൾ ബേബി ഇരിക്കുന്നു അല്ലെങ്കിൽ കുഞ്ഞിരിക്കുന്നുവെങ്കിൽ ആ മോഡിലേക്കൊക്കെ നമുക്ക് ഇത് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് സിനിമാറ്റിക്, പോഡ്കാസ്റ്റ്, അക്കോസ്റ്റിക്, കസ്റ്റം എന്നിങ്ങനെ പല സൗണ്ട് മോഡുകളിൽ നമുക്ക് ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റത്തിനെ മാറ്റാൻ പറ്റും. അത് നമ്മൾ ടാറ്റ കർവ് EVയിലും അതുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു. അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിലാണ്. എന്തായാലും JBLന്റെ സൗണ്ട് മോഡുകളോട് കൂടിയിട്ടുള്ള ഇതിനകത്ത് സൗണ്ട് സിസ്റ്റം സൂപ്പർ ആണെന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. മറ്റൊരു കാര്യം പറയാനുള്ളത് ടാറ്റ കർവ് 4 പെർസോണകളിലാണ് എത്തുന്നത്. പെർസോണ ബേസ്ഡ് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ തീം എന്ന് പറയാം. അപ്പം ഡാഷ്ബോർഡ് ഡിസൈനിൽ വന്നിരിക്കുന്ന ഈ കളറാണെങ്കിലും ഇതിൻ്റെ സീറ്റ് അപ്പോൾസ്ട്രിയിലെ കളറാണെങ്കിലും ഇങ്ങനെ പെർസോണ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ തീം മാറും. ശരിക്കും 6 കളറുകളിലാണ് ടാറ്റ കർവ് ഐസ് മോഡൽസ് എത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ഇഷ്ടം, അതായത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് പെർസോണ വെച്ചിട്ട് ഇൻറ്റീരിയർ തീം സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വാഹനം സെലക്ട് ചെയ്യാം എന്നർത്ഥം. ടാറ്റ കർവിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ 26.03 സെൻറ്റിമീറ്ററിലുള്ളതാണ്. അപ്പം ഇതിൽ അത്യാവശ്യം ഡ്രൈവർക്ക് വേണ്ട എല്ലാവിധ ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. ഇതിനകത്തേക്ക് ലെവൽ 2 അഡാസ് സൗകര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വാഹനത്തിന് എല്ലാവിധ അലേർട്ടുകളും അതിൻ്റെ ഒരു സ്റ്റാറ്റസും എല്ലാം തന്നെ നമുക്കറിയാൻ പറ്റും. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എല്ലാം തന്നെയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നാവിഗേഷൻ ഡിസ്പ്ലേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലുള്ളത് ഒരുപാട് നമുക്ക് സഹായം ചെയ്തു. പിന്നെ ഇതിനകത്തേക്ക് 3 ഡ്രൈവ് മോഡുകളാണുള്ളത്. സിറ്റി മോഡുണ്ട്, ഈക്കോ മോഡുണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് മോഡുണ്ട്. അപ്പോൾ ഏത് മോഡിലാണ് വാഹനം ഓടിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് തീം കളർ മാറുന്നുണ്ട്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ശരിക്കും യൂസർ ഫ്രണ്ട്ലി ആണ്, ഡ്രൈവർ ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നു. ടാറ്റ കർവിൽ എത്തിയിരിക്കുന്നത് 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്, ഇലൂമിനേറ്റഡ് സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ കർവിലും എത്തിയിരിക്കുന്നത്. ഓഡിയോ കൺട്രോൾസ് എല്ലാം തന്നെ ഇവിടെയായിട്ടുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ വളരെ കംഫർട്ടബിളായി തോന്നുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് തീർച്ചയായിട്ടും പറയാം. കർവിൻ്റെ ഇൻറ്റീരിയറിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ റിയർ സീറ്റ് റിക്ലൈൻ. പിൻനിര സീറ്റുകൾ കൂടുതൽ മെച്ചമായ നിലയിലേക്ക് ചരിക്കുവാനും റിലാക്സ് ചെയ്ത് യാത്ര ചെയ്യുവാനും സാധിക്കും. 6 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റാണ് മറ്റൊന്ന്. പെർഫെക്റ്റ് ഡ്രൈവർ സീറ്റ് പൊസിഷനിങ് ഇതുകൊണ്ട് സാധ്യമാകുന്നു. മുൻനിരയിലെ 2 സീറ്റുകളും വെന്റിലേറ്റഡ് ആണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇലൂമിനേറ്റഡ് കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് മറ്റൊരു പ്രത്യേകത. കർവിൻ്റെ എക്സ്റ്റീരിയർ കളേഴ്സ് കൂടുതൽ മികച്ചതാണ്. വളരെ റെയറായിട്ടുള്ള ഒരു കളറൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്.
ഗോൾഡ് എസെൻസ് എന്ന ആകർഷണീയമായ നിറമാണ് നമ്മളോടൊപ്പം ടെസ്റ്റ് ഡ്രൈവിനായി എത്തിയിരിക്കുന്ന വാഹനത്തിനുള്ളത്. ഇത് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കളർ കൂടിയാണ്. അതോടൊപ്പം ഫ്ലെയിം റെഡ്, പ്രിസ്റ്റീൻ വൈറ്റ്, പ്യുവർ ഗ്രേ, ഡെറ്റോണ ഗ്രേ, ഓപ്പറ ബ്ലൂ എന്നിങ്ങനെയുള്ള മൊത്തത്തിൽ 6 നിറങ്ങളിലാണ് നമുക്ക് കർവിൻ്റെ പെട്രോൾ ഡീസൽ പതിപ്പുകൾ ലഭിക്കുന്നത്. വാഹനത്തിൻ്റെ ഡയമെൻഷൻ പ്രാധാന്യമർഹിക്കുന്നു. കാരണം ഇതൊരു SUV കൂപ്പയാണ്, പ്രത്യേക രൂപത്തിലുള്ള ഒരു വാഹനമാണ്. ഇതിൻ്റെ നീളം 4308 mm ആണ്. വീതി 1810 mm ആണ്. 1630 mm ആണ് വാഹനത്തിൻ്റെ പൊക്കം. രണ്ടാം നിര സ്പേഷ്യസ് ആണെന്ന് തീർച്ചയായിട്ടും പറയാം. നെക്സോണിനേക്കാൾ കൂടിയ വീൽ ബേസ് ആണ് ഈ വാഹനത്തിനുള്ളത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ നീളവും കൂടുതലാണ്. അപ്പോൾ നമുക്ക് രണ്ടാം നിര ഇടുങ്ങിയതായിട്ട് ഒട്ടും തോന്നുന്നില്ല. പിൻനിരയിലെ 2 സീറ്റുകൾക്ക് അവർ സ്ലൈഡിംഗ് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നടുക്ക് ഒരു കപ്പ് ഹോൾഡർ അല്ലെങ്കിൽ ഹാൻഡ് റെസ്റ്റ് ഇത് വന്നിട്ടുണ്ട്. അതേപോലെ ഈ പർപ്പിൾ കളറിലുള്ള ഈ സീറ്റ് അപ്പോൾസ്ട്രി ശരിക്കും നല്ല ഭംഗിയിൽ ഉണ്ടെന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. പനോരമിക് സൺറൂഫ് ആയതുകൊണ്ട് രണ്ടാം നിര യാത്രക്കാർക്ക് കൂടുതൽ വെളിച്ചമുള്ളതാകാൻ അത് സഹായിക്കുന്നു. ഇവിടെ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്, റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് പറയാനുള്ളത് ഇതിന് തൈ സപ്പോർട്ട്, അതുപോലെ തന്നെ ലെമ്പാർഡ് സപ്പോർട്ട് എല്ലാം നന്നായിട്ട് തന്നെയുണ്ട്. ഐസോഫിക് സംവിധാനം കൊടുത്തിട്ടുണ്ട്. 60-40 സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത് കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ്. അതുപോലെ തന്നെ എയർ പ്യൂരിഫയർ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഐറ കണക്ട് ആപ്പ് വന്നിട്ടുണ്ട്. അപ്പം വാഹനത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ, അതായത് ഡയഗ്നോസിസ്, വെഹിക്കിൾ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് എല്ലാം തന്നെ ഐറയിലൂടെ നമുക്ക് ലഭിക്കും. ശരിക്കും ഐറ, അതായത് ടാറ്റ കർവിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ വെർഷനാണ് എന്നുകൂടി പറയുന്നു. അഡാസ് ലെവൽ 2 സൗകര്യങ്ങളുണ്ട്. ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, വാഹനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ സേഫ്റ്റിയെ കുറിച്ചിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളിലും അഡാസ് ലെവൽ 2 സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയിലുടനീളം അത് ശരിക്കും ഗുണം ചെയ്ത ഒന്ന് തന്നെയാണ്. എല്ലാവിധ അലർട്ടുകളും കിട്ടുന്നുണ്ട്. അതിൽ ശരിക്കും ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ആണെങ്കിലും, ഫ്രണ്ട് കൊളിഷൻ വാർണിംഗ് ആണെങ്കിലും, അതുപോലെ തന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റ് ആണെങ്കിലും എല്ലാം തന്നെയും നമുക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്തു. അപ്പം ഇതിനകത്തേക്ക് 6 എയർ ബാഗുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കൊണ്ടാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ശരിക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ നമ്മൾ താമസിച്ച ഹോട്ടലിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ അഡ്വാൻസ് ഹൈ സ്ട്രെങ്ത് സ്റ്റീലും സാധാരണ ഹൈ സ്ട്രെങ്ത് സ്റ്റീലും ഒക്കെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 കളറിൽ, അതായത് ഗ്രേയിലും റെഡിലും ബ്ലൂവിലുമായിട്ട് കൃത്യമായി മാർക്ക് ചെയ്ത് ടാറ്റ കർവിൻ്റെ ഒരു സ്ട്രക്ചറൽ ബോഡി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് പാർട്ട് എവിടെയാണ് അതിന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ റെഡിലും ബ്ലൂവിലും അതുപോലെ തന്നെ ഗ്രേയിലും ഒക്കെ ആയിട്ട് മാറി മാറി ആ ഒരു കളർ കൊടുത്തിരിക്കുന്നത്. അറ്റ്ലസ് ആർക്കിടെക്ചറിലാണ് ഇത് വരുന്നത്. അറ്റ്ലസ് ആർക്കിടെക്ചറിന്റെ പ്രത്യേകത ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനങ്ങളെല്ലാം തന്നെയും 5 സ്റ്റാർ റേറ്റിംഗ്, അതുപോലെ ടാറ്റ കർവിലാണെങ്കിലും അത് തീർച്ചയായിട്ടും കിട്ടും. ഭാരത് എൻക്യാപ്പിലും ഒക്കെ തന്നെയും ടെസ്റ്റിന് വിധേയമായി കഴിയുമ്പോൾ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെ മാത്രം മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പം നെക്സോൺ ഏറ്റവും സേഫസ്റ്റ് SUV, മിഡ് സൈസ് SUV ആണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നിരിക്കുന്ന കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ടാറ്റ കർവും ഏറ്റവും സേഫസ്റ്റ് മിഡ് സൈസ് SUV കൂപ്പെ ആയി വരും എന്ന് നമുക്കെല്ലാം അറിയാം. ഇത്രയുമൊക്കെയാണ് ഈ വാഹനത്തിന്റെ വിശേഷം. ഇനി ഈ വാഹനം ഓടിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് കൂടി പോകാം. ഈ 4 സിലിണ്ടർ ടർബോ ചാർജ് എഞ്ചിനിൽ ശരിക്കും ഗിയർ ഷിഫ്റ്റിങ്ങിൽ യാതൊരു വിധമായ ലാഗിങ്ങും നമുക്ക് തോന്നില്ല. സ്മൂത്ത് ഹാൻഡ്ലിംഗ് ആണ്, സ്മൂത്ത് റൈഡിംഗ് ആണ്. അതുപോലെ തന്നെ ഹൈപ്പറിയോൺ എഞ്ചിൻ്റെ അവരൊരു കാര്യം പറഞ്ഞത്, നമ്മൾ വാഹനം സ്പോർട്സ് മോഡിലേക്ക് ആക്കുകയാണ്. സ്പോർട്സ് മോഡിലേക്ക് ഇട്ടപ്പോൾ തന്നെ വാഹനത്തിൻ്റെ സ്വഭാവം മാറി ഭയങ്കര സ്മൂത്തായി ഒരു ഹൈ പെർഫോമറാണ്. അതിൻ്റെ ടോർക്കൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വണ്ടി ഓടിക്കാമോ അങ്ങനെ തന്നെ ഓടിക്കാം. സ്പോർട്സ് മോഡിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഏകദേശം ഉയർന്ന സ്പീഡിലേക്കൊന്ന് പോയി നോക്കുകയാണ്, ഒരു രക്ഷയുമില്ല. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒഫീഷ്യൽസ് പറഞ്ഞത് ശരിക്കും സത്യമാണെന്ന് തന്നെ പറയാം. അതായത് നിങ്ങളൊരു വാഹന എന്തൂസിയാസ്റ്റ് ആണ്, അല്ലെങ്കിൽ സ്പോർട്ടി ആയിട്ട് വാഹനം ഓടിക്കണം, പെപ്പിയായി വാഹനം ഓടിക്കണമെങ്കിൽ തികച്ചും ഇതിൻ്റെ ഒരു ഹൈപ്പറിയോൺ എഞ്ചിൻ ഹൈ പെർഫോമർ തന്നെയാണ് ഈ വാഹനം. ഇപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡിൽ ഇട്ടപ്പോൾ തന്നെ വാഹനം മൊത്തത്തിൽ അങ്ങോട്ട് മാറി. 110ലൊക്കെ നമ്മൾ ഓടിച്ച് വാഹനം ഇങ്ങനെ ഒഴുകി പോവുകയാണ്.
അത്ര ഈസി സ്മൂത്ത് ഹാൻഡ്ലിംഗ് ആണ്. സ്പോർട്സ് മോഡിൽ വാഹനം നമ്മൾ ഉയർന്ന സ്പീഡിലേക്ക് പോയിട്ടും വാഹനം സ്റ്റിയറിംഗ് ആണ്, വെഹിക്കിൾ കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു രക്ഷയുമില്ല. കോർണറിംഗ് സ്റ്റെബിലിറ്റി ആണെങ്കിലും ഇതിൻ്റെ മൊത്തത്തിലുള്ള NVH ആണെങ്കിലും ഒക്കെ തന്നെയും മികച്ചതാണ്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനായി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാനിപ്പോൾ ഓടിക്കുന്ന ഈ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 ലിറ്റർ ഹൈപ്പറിയോൺ എഞ്ചിനാണ്. ഇത് ആദ്യമായിട്ട് ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. നമ്മളിപ്പോൾ ഓടിക്കുന്നത് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. ഇതിൻ്റെ ഒരു കരുത്തെന്ന് പറഞ്ഞാൽ 91.9 കിലോ വാട്ട് പവറാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോർക്ക് 225 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ഒരു പെപ്പി ഡ്രൈവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാഹന എന്തൂസിയാസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു എഞ്ചിനാണ്. ഇതിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ്, അതുപോലെ തന്നെ ടർബോ ചാർജിങ് ആണ്, ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ ഇതിൽ ടോർക്ക് 225 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ആണെങ്കിലും ചില അവസരങ്ങളിൽ സ്പോർട്സ് മോഡിൽ നമ്മൾ വാഹനം ഇടുമ്പോൾ അത് കൂടുതൽ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ടോർക്ക് 250 വരെയൊക്കെ തന്നെയും ഉയരത്തിലേക്ക് വന്നിട്ട് വാഹനം മികച്ച പെർഫോമർ ആകുന്നു. അപ്പോൾ ഒരു 6 സെക്കൻഡ് സമയത്തേക്ക് മാത്രമാണ് ആ ഒരു ഹൈ സ്പീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് അങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പം എന്തായാലും ഹൈപ്പറിയോൺ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പെർഫോമൻസിനും മികച്ച NVH ലെവലിനും മികച്ച ടെക്നോളജിയിലും ഒക്കെ ഉള്ള ഒരു എഞ്ചിനാണ്. എന്തായാലും മാനുവൽ ട്രാൻസ്മിഷനിലുള്ള 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള ഒരു വാഹനമാണിത്. ശരിക്കും സ്മൂത്ത് റൈഡിംഗ് ആണ്, സ്റ്റിയറിംഗ് ലൈറ്റ് ആണ്, ഈസി ഹാൻഡ്ലിംഗ് ആണ്, ഉയർന്ന സ്പീഡിലേക്ക് പോകുമ്പോൾ പോലും വാഹനം സ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ മികച്ച NVH ലെവലാണെന്നാണ് അവർ പറയുന്നത്. സൂപ്പർ സൈലന്റ്, സൂപ്പർ സ്മൂത്ത് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയെന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനം ഓടിക്കുന്ന ഒരു ലാഘവത്തോടെ അല്ലെങ്കിൽ അതേ ഒരു സുഖത്തോട് കൂടിയിട്ട് തന്നെ ഈ 1.2 ലിറ്റർ 4 സിലിണ്ടർ ഹൈപ്പറിയോൺ എഞ്ചിനിലുള്ള ഈ വാഹനം നമുക്ക് ഓടിക്കാൻ പറ്റും. എന്തായാലും ടാറ്റ കർവിൻ്റെ പെട്രോൾ പതിപ്പ്, അതായത് പുത്തൻ എഞ്ചിനിലുള്ള പെട്രോളിലെ മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനം സുഖകരമായി തന്നെ തോന്നുന്നു. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ് നമുക്ക് കിട്ടിയത്. ഇതൊരു ഓട്ടോമാറ്റിക് പതിപ്പ് കിട്ടിയിരുന്നെങ്കിൽ കുറേ കൂടി ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിരുന്നു. എന്തായാലും ഫീച്ചർ റിച്ച് ആണ്, സേഫ്റ്റി റിച്ച് ആണ്, ടെക്നോളജി റിച്ച് ആണ്. ടാറ്റ കർവ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിലുള്ള 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനം തുടങ്ങുന്നത്, ഇതിൻ്റെ വില തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 10 ലക്ഷം രൂപ ഷോറൂം പ്രൈസിലാണ്. എന്തായാലും ഗോവയിൽ വെച്ചിട്ട് ഗോവബർണയിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.